ആ എന്നാണ് നാളെ വണ്ടി സർവീസിന് കൊടുക്കുന്നത്. ഈ വണ്ടി പിന്നെ മേടിച്ചിട്ട് 1 മാസം കൂടി ആയിട്ടില്ല, 10 ദിവസമായിട്ടുള്ളൂ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വണ്ടി ഒന്ന് സർവീസിന് എടുക്കാൻ പോവാം. ഇത് ഫസ്റ്റ് സർവീസാണ്. വണ്ടി 1000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുന്നു. 1000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ചിലപ്പോൾ ഓടിയിട്ടുണ്ടാവും. അയ്യോ, ഇതാര് തന്നെ തള്ളിയിടുന്നു. അയ്യോ, പിന്നെയും തള്ളിയിട്ട്. ഇതാരെ വെറുതെ തള്ളിയിടുന്നു. ഇതാരായിരിക്കും? ഇതെന്തത്? എന്തോ ഒരു ബ്ലാക്ക് കളർ സാധനം. ഇത് ഗൊറില്ലയായിരുന്നാ? അത് ശരി. ഇതിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അറ്റാക്ക് ചെയ്യുക. കുറേ നേരമായി. എന്നാലും ഗൊറില്ല എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്ന്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അയ്യോ, പിന്നെയും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ആ വണ്ടിയുടെ പരിപ്പളകി. എന്നാലും ഇതാര് ഈ ഗൊറില്ലേനെ ഇവിടേക്ക് അയച്ചു വിട്ട്? ഇതൊക്കെ എന്തിനാണ് ഇവിടേക്ക് തന്നെ വരുന്നത്? വെറുതെ ഒരു ശല്യത്തിന്. നമുക്ക് ഈ RPG വെച്ച് പൊട്ടിച്ച് കളയാം. പോയി ഫോർച്യൂണറിൻ്റെ ബാക്കിൽ നിന്ന് ചെയ്താൽ പിന്നെ അതും പൊട്ടിത്തെറിക്കും. നമുക്ക് ഒരു കാര്യം ഇതിനൊന്ന് പൊട്ടിത്തെറിക്കാം. ഇതേ കിടക്കണം അവിടെ. ഇതെന്തത്? ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ ഒന്ന് കുളിച്ചോടറോ. കാലൊക്കെ വൃത്തികേടായി വെച്ചിരിക്കുന്നു. അത് സാരില്ല, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന്. ഈ വണ്ടി ഇപ്പോൾ റിപ്പയർ ഒക്കെ ഉണ്ട്, അതാണ്. എന്നാലും ഈ വണ്ടി റിപ്പയർ ആക്കാനാണ് ഇത്തിരി പാട്. അത് കറക്റ്റാണ്. ഇതെന്താ വെറുതെ സൈറൻ്റെ ശബ്ദം കേൾക്കണ്? ഇതെന്താ പോലീസാ? ഇതെന്താ ഇവിടെ? പോലീസ് എന്താ ഇവിടെ അല്ലേ? അതേ ഇടിച്ചു പോയി. പോലീസ് പക്ഷെ സേഫായിട്ട് ലാൻഡ് ആയിട്ടാ. ഹലോ സാർ, എന്താ ഇവിടെ? നീ ഒരു ഗൊറില്ലേനെ അറ്റാക്ക് ചെയ്തില്ലേ? ഇപ്പൊ ഒരു മർഡർ കേസായി. അതാണ്. നീ എന്തിനാ അതിനെ അറ്റാക്ക് ചെയ്തേ? സാറേ, അത് എന്നെ കടിക്കാൻ വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അറ്റാക്ക് ചെയ്താണ്. എൻ്റെ വണ്ടി മൊത്തം ഡാമേജ് ആക്കി. വണ്ടി വാങ്ങിച്ചിട്ടാകെ 10 ദിവസമായിട്ടുള്ളൂ. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസിന് പോലും കൊടുത്തിട്ടില്ല. അതെൻ്റെ ഫസ്റ്റ് സർവീസ് ഡേ ആണ്. ആ സമയത്ത് ഈ ഗൊറില്ലയും വന്ന് അറ്റാക്ക് ചെയ്തു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തൽക്കാലത്തേക്ക് നമ്മുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോരെ. ഞാൻ നിന്നെ ജയിലിലിടില്ല, പകരം എൻകൗണ്ടർ ചെയ്യും. ഇനി നിന്റെ കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് ഒന്നും പറയണ്ട. നീ ഇവിടെ നിന്ന് പോയി തുറന്നു കഴിഞ്ഞാൽ തീർത്തു കളയും. സാറേ, എന്നാലും ഒന്നും പറയണ്ട. നീ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോവാ, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. നീ വേഗം വാ, എന്നിട്ട് കാര്യങ്ങൾ പറയാ. നീ അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് ഒന്നും പറയണ്ട. വായി തുറന്നാ പിന്നെ നിന്നെ തീർത്തു കളയും. ഓർമ്മയുണ്ടല്ലോ? ഗായ്സ്, ഇവിടെ ഇപ്പോൾ ആകെ പണിപാളിയൊക്കെയാണ്. നമ്മളിതേ പോലീസ് പിടിച്ചു. സാറ്, ഞാൻ എന്തിനാ ഗൊറില്ലേനെ കൊന്നെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ ഗൊറില്ലേനെ കൊന്നിട്ടില്ലെങ്കിൽ ഈ സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും മരിച്ചിട്ടുണ്ടാവും. ഞാൻ ആ ഗൊറില്ലേനെ കൊന്നുകൊണ്ട് ആരും ഇവിടെ മരിച്ചിട്ടില്ല. അത് ഇപ്പോൾ ഏതായാലും ഭാഗ്യമായ കാര്യം തന്നെയാണ്. നിന്നെ ഞങ്ങളൊന്ന് എൻകൗണ്ടർ ചെയ്തിട്ട് കാര്യമുള്ളൂ. സാറേ, അതെന്താണ് സാറേ അങ്ങനെ? നീ കുറേ നേരം ഇതന്നെ പറയാൻ തുടങ്ങിയിട്ട്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിന്നെ എൻകൗണ്ടർ ചെയ്യും. നിന്നെ ജയിലിൽ പിടിച്ചിരുത്തില്ല, പകരം എൻകൗണ്ടർ ചെയ്യും. നല്ല സുഖം ഉണ്ടാവും എൻകൗണ്ടർ ചെയ്യുമ്പോൾ. അത് നല്ലൊരു ഐഡിയടാ. നമുക്ക് ഇതിനെ തീർത്ത് കളയാം. 3, 2, 1, ലെറ്റ്സ് ഗോ. നമുക്കിനി ഇവരിനെ തീർത്ത് കളയാം. അവർ കുറേയായി കാണിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാത്തിനും ഞാൻ തീർത്ത് കളയാടാ. എന്നാ പിടിച്ചോ. ഇവൻ ഇനിയും ചത്തിട്ടില്ലേ? ചാവടാ എല്ലാം. നീയും ചാവടാ. പുറത്ത് സെക്യൂരിറ്റിയെ നിൽക്കണു അവൻ. ഇത്രയും വലിയ സൗണ്ട് കേട്ടിട്ട് അവനെ ഒന്നും മനസ്സിലായില്ല. ബോധമില്ലാത്തവൻ. ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ. ഇതൊരു മോഡിഫൈഡ് വണ്ടി അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്ത് സ്ഥലം വിടാം. അതായിരിക്കും നല്ലത്. നമുക്കിനി വേഗം പോവുക. ഇവിടെ ഇപ്പോൾ ഈ വണ്ടി നല്ല മോഡിഫൈഡ് ആയിരുന്നു കേട്ടോ. ഇതുണ്ടല്ലേ, മിക്സ്ഡ് കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഓറഞ്ച്, ഒരു സൈഡിൽ മഞ്ഞ, ഒരു സൈഡിൽ ഗ്രീന്, അങ്ങനെയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ബ്ലാക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് നേരെ നല്ല സ്പീഡിൽ പോവാം. സ്പീഡിൽ പോയി രക്ഷപ്പെടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ജുറാസിക് പാർക്കിൽ കയറാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ജുറാസിക് പാർക്കിൽ ഡൈനോസർ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് അവിടെ 2-3 ഡൈനോസറൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 10-50 എണ്ണം ഉണ്ടാവും. 50 പോട്ടെ, 100 ഒക്കെ ഉണ്ടാവും. അതാണ്
ഇവിടെ ഇപ്പോൾ ഡൈനോസർ പാർക്കിൽ ചവിട്ടാൻ പോലും പറ്റില്ല. അതാണ് ഇത്തിരി സീന്. ഓ ഈ വണ്ടി ഡാമേജായി. അതൊന്നും കുഴപ്പമില്ല, ഇത് നമ്മുടെ വണ്ടിയൊന്നും ഇല്ല. ഓ പോലീസ് നമ്മൾ തള്ളി തന്നുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോയേനെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പടച്ചു വിടാം, അതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് നേരെ അങ്ങനെ പടച്ചു വിടാം. ഇവിടെ പിന്നെ ഹൈവേ ഒന്നും ഇല്ല കേട്ടോ. ഹൈവേ ഉണ്ടെങ്കിൽ ഒന്ന് പടച്ചു വിട്ടേനെ. ഹൈവേ ഒന്നും ഇല്ല, അധികം ട്രാഫിക് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് പടച്ചു വിടാം. ഓ ഗൈസ്, ഇവിടെ ഒരു കയറുന്ന റോഡ് വരുന്നുണ്ട്. അറിയാണ്ടായിരുന്നു ചാടി, പക്ഷെ സേഫായിട്ട് ലാൻഡായി, ഒരു പ്രശ്നമില്ല. ഓ ഗൈസ്, പോലീസുകാരൻ അപ്പുറം നമ്മളെ ബാക്കിൽ തന്നെ കിട്ടുന്നത്. അയ്യോ കൺട്രോൾ കിട്ടില്ലല്ലോ. അയ്യോ ഗൈസ് കൺട്രോൾ കിട്ടില്ല. ഓ പോലീസുകാർ ഇതേ വരുന്നു, നമ്മൾ ഇടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പറ്റുന്നില്ല. അയ്യോ ഗൈസ് എനിക്ക് കൺട്രോൾ കിട്ടില്ല. ഓ ഇതെന്ത് തേങ്ങയാണ്, ഇതെന്തോ റാമ്പാണ്. പക്ഷെ നമ്മൾ നൈസായിട്ട് രക്ഷപ്പെട്ടു. അതൊന്നും സീനില്ലാത്ത റാമ്പാണ് ഗൈസ്. ഇവിടെ കണ്ടില്ലേ കുറേ റാമ്പുണ്ട്. ഓ ഗൈസ് വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. ഇവിടെ ഇപ്പോൾ റാമ്പ് അറിയാണ്ട് ബെസ്റ്റ്. ഇനിയിപ്പോൾ അവിടെ ലാൻഡ് ആകുമ്പോൾ ഒന്ന് സേഫായി ലാൻഡായാൽ മതിയായിരുന്നു. ഓ ഗൈസ് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയില്ല ഗൈസ്, സേഫായിട്ട് ലാൻഡായില്ല, നമ്മൾ സൈഡായിട്ട് വീണു ഗൈസ്. ഇതേ പിന്നെയും വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല. അല്ലേ വണ്ടി കൺട്രോൾ കിട്ടാത്തപ്പോൾ എന്തിനാ വെറുതെ ഈ റാമ്പിൽ തന്നെ പോണ്, വേറെ റാമ്പിലൊക്കെ ചാടിക്കോടെ. അല്ലെങ്കിൽ റാമ്പിലേ ചാടണ്ട, അതായിരിക്കും നല്ലത്. വെറുതെ റാമ്പിലൊക്കെ ചാടിയിട്ട് സമയം കളയാൻ നോക്കണം ഗൈസ്. ഇവിടെ ഇപ്പോൾ ഈ വണ്ടി ഇതേ ഫ്രണ്ടിലേക്കും പോണില്ല ബാക്കിലേക്കും പോണില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇറങ്ങി ഓടാം, അതായിരിക്കും നല്ലത്. നമുക്കിനി ഇറങ്ങി ഓടാം, ഇറങ്ങി ഓടിയാലേ സമാധാനം ഉള്ളൂ. ഇപ്പം ഇടിച്ച എന്നെ, ഇടിക്കാത്തത് ഭാഗ്യം, ഇടിച്ചാൽ പിന്നെ പോയി ഗൈസ്. ഇവിടെ ഇപ്പം പോലീസുകാർ നന്നായി വെടിയൊക്കെ ഉണ്ടല്ലോ. അയ്യോ ഞാൻ ഇപ്പം ചാവുവേ. അയ്യോ ഇതെന്താ ഇവിടെ സംഭവിച്ചേ? ഇതെന്താ അലാറം അടിക്കണേ? ഇത് സ്വപ്നമായിരുന്നാ? ശരി, ഇത്ര നേരമൊക്കെ സ്വപ്നം കണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു റിയൽ സ്വപ്നം പോലെ തന്നെ. ആടാ ശരി, ഞാൻ ഉണ്ടാക്കി തരാം. അതിനു മുമ്പേ ഞാനൊന്ന് വർക്കൗട്ട് ചെയ്ത് പല്ലേച്ച് കുളിക്കട്ടെ, എന്നിട്ട് ഉണ്ടാക്കി തരാം. നിങ്ങൾ രണ്ടുപേരും അതുവരെ ഇരുന്ന് TV ഉണ്ടോ? അതായിരിക്കും നല്ലത്. ഞാൻ ഇത്തിരി വർക്കൗട്ട് ചെയ്യട്ടെ, വർക്കൗട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി.